നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്ലോസ് ടു ഹാർട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി സംവദിക്കുന്ന ഒരു തത്സമയ പരിപാടിയാണ് ക്ലോസ് ടു ഹാർട്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യുവ സംഗീത സംവിധായകൻ വിഷ്ണു ശ്യാമാണ്. വിഷ്ണു ശ്യാം, നമസ്കാരം. എങ്ങനെയുണ്ട് കോവിഡ് കാലത്തെ ചെന്നൈ ജീവിതമൊക്കെ? ഞാനിവിടെ വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നു. എങ്ങനെ സംഗീതമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണോ? അതെ അതെ അതെ. എനിക്ക് ഈ ലോക്ക്ഡൌണും പണ്ടാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എപ്പോഴും നമ്മുടെ സ്റ്റുഡിയോ വർക്ക് ഫ്രം ഹോം പോലെ തന്നെയായിരുന്നു. വീട്ടിലിരുന്ന് തന്നെയാണ്. അപ്പൊ എന്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് തന്നെ താങ്കളോട് പറയാണ്. താങ്കളോട് ഒരു മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം കാണുകയുണ്ടായി, ഹായ് ഹലോ കാതൽ. അതിലൊരു ഗാനമാണ് കേൾക്കേണ്ടത്. ഒന്ന് പാടാൻ കഴിയുമോ? പാട്ടോടുകൂടി തുടങ്ങാനാണ്. അതെ അതെ അതെ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. ശരി ശരിയാണ്. காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேசுதா வெள்ளை பூவே வெள்ளை பூவே காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேசுதா உன்னை நான் நினைத்தாலே மழை தூவதே உமை என்று வாழ்வில்லை ஆனமே இசை கூட இசையில்லை வெள்ளை பூவே வெள்ளை பூவே காதல் வந்ததா சுவாச காற்றின் வாசம் கூட ஆசை பேசுதா மான பார்வை பேச വിഷ്ണു, മനോഹരമായിരിക്കുന്നു. ആ സംഗീതത്തിലൂടെ തന്നെയാണ് ആ ഷോർട്ട് ഫിലിം മുഴുവൻ അങ്ങോളം പോകുന്നതെന്ന് നമുക്ക് അറിയാം. എന്തായാലും ഈ സംഗീതം കുട്ടിക്കാലം മുതലേ സംഗീതം ഉണ്ടായിരുന്നോ? പാട്ട് പാടുകയൊക്കെ ചെയ്യായിരുന്നോ? അതായത് പാട്ട് പഠിച്ചാണ് ഞാൻ തുടങ്ങിയത്. കർണാടക സംഗീതം ഞാനൊരു 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് എന്റെ ഗുരു ശങ്കരൻ നമ്പൂതിരി കണ്ണൂർ. എവിടെയായിരുന്നു? കണ്ണൂർ. കണ്ണൂർ ശങ്കരൻ നമ്പൂതിരിയാണ് ഗുരു. ആ സമയം തൊട്ട് ഞാൻ കർണാടക സംഗീതം അഭ്യസിക്കുന്നുണ്ട്. പിന്നീട് ആദ്യം പാടിയാണ് തുടങ്ങിയത്. കമ്പോസിംഗ് ഒക്കെ പിന്നീടാണ്, ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് കൂടുതലായിട്ട് ഫോക്കസ് വന്നത്. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് കണ്ണൂരാണ്. സെന്റ് മൈക്കിൾസിലാണ് പഠിച്ചത്, കണ്ണൂര്. അതിനുശേഷം ഡിഗ്രി ചെയ്തത് ചെന്നൈയിലാണ്, ലയോള കോളേജിൽ. പിന്നീട് ഈ സംഗീതം ഒരു സബരിയായി മനസ്സിൽ വന്നത് എപ്പോഴായിരുന്നു? എപ്പോഴും മുതലാണ് ഗൗരവത്തോടു കൂടി സംഗീതത്തെ സമീപിച്ചത്? എനിക്ക് തോന്നുന്നത് ഒരു 10th സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴേക്ക് എനിക്കൊരു ഏകദേശം എനിക്ക് ഇതിനകത്ത് എനിക്ക് തോന്നി ഇതാണ് എന്റെ മെയിൻ എന്ന് എനിക്ക് അപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു.
പിന്നീട് ഒരു കാരണം ആ സമയത്ത് ഞാൻ കലോത്സവങ്ങളിലൊക്കെ എപ്പോഴും സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടായത് എനിക്ക് ഈ കലോത്സവത്തിന് ഓർക്കസ്ട്ര കോമ്പറ്റീഷൻ ഒക്കെയായിരുന്നു. അപ്പൊ സംഗീതത്തിലെ ഒരു അംഗമായിരുന്നു ഞാൻ. അപ്പൊ ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ കുറച്ച് എന്റെ ഫ്രണ്ട്സായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മ്യൂസിക് മോഷനും എല്ലാം കൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അതായത് അറേഞ്ച്മെന്റും ഓർക്കസ്ട്രേഷനിലൊക്കെ കാര്യത്തിൽ. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഇതാണ് എന്റെ സോൺ എന്ന് മനസ്സിലായിരുന്നു ഒരു +1 +2. അപ്പൊ ആ സമയത്ത് ആണ് ഞാൻ എന്റെ ഗുരുനാഥൻ വിദ്യാസാഗർ സാറിന്റെ കടുത്ത ആരാധന നിൽക്കുന്ന സമയത്ത്. അപ്പൊ ഞാനൊരു എത്തിയപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഞാൻ ഇതിലോട്ടാണ് പോകുന്നത്, എനിക്ക് എങ്ങനെയും ഒന്ന് വിദ്യാസാഗർ സാറിന് എത്തിയാൽ മതി എന്നായിരുന്നു. പിന്നീട് എങ്ങനെയായിരുന്നു ചെന്നൈയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് നാട്ടിൽ നിന്നും? സ്കൂളിൽ +2 കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ തീരുമാനിച്ചു ചെന്നൈയിലാണ് വിദ്യാസാഗർ സാർ എന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഓക്കെ എങ്ങനെയും ചെന്നൈയിൽ എത്തിയാൽ മതിയായിരുന്നു. +2 കഴിഞ്ഞ് ചെന്നൈയിൽ വന്നതിന്റെ ഉദ്ദേശം വിദ്യാസാഗർ സാർ എത്താനായിരുന്നു. അപ്പോ ഡിഗ്രി ചെന്നൈയിൽ തന്നെ ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെന്നൈയിൽ എന്റെ മ്യൂസിക്കുമായിട്ട് തുടരാൻ തോന്നുന്നത് ചെന്നൈയിലോട്ട് പോയിരുന്നു. വിദ്യാസാഗർ സാറിന്റെ ഒരു ശിഷ്യനാകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയത്? അതൊക്കെ ഒരു വലിയ കഥയാണ്. നമുക്കെന്തായാലും പറയാം. അതൊരു എന്റെ തീവ്രമായ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എത്തിയതാണ്. അതിനുവേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. 4 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ ചെന്നൈ കോളേജ് ജീവിതം കഴിയുന്നവരെ ഞാൻ അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ എന്താ പറയാ തീവ്രമായ ആഗ്രഹം, ബേണിംഗ് ഡിസയർ വിൽ കം ട്രൂ പറഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ കുറെ വെയിറ്റ് ചെയ്തു. കോളേജ് കഴിഞ്ഞ് ഒരു 4 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് സാർ ചേരാൻ പറ്റിയത്. പിന്നീടുള്ള സംഗീതമൊക്കെ എങ്ങനെയായിരുന്നു? സംഗീത ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിക്ഷണവും കാര്യങ്ങളൊക്കെ? സാറിന് പറഞ്ഞാൽ അതൊരു വലിയൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഒരു മെലഡി കിങ് തന്നെയാണ് അറിയപ്പെടുന്നത്. അതെ അതെ അതെ. അപ്പോ ഞാൻ ആദ്യം ഒരു ഏകലവ്യൻ ശിഷ്യന്മാരെയായിരുന്നു. ഞാൻ വീട്ടിലുള്ള സമയത്ത് കേട്ടിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ നേരിട്ട് അവിടെ പോയതിനു ശേഷം നേരിട്ട് പഠിക്കുന്നത് കണ്ട് എല്ലാം ചെയ്തിട്ട് ഞാൻ മിക്കവും ഒബ്സർവ് ചെയ്താണ് കൂടുതൽ പഠിച്ചത് സാറിന്റെ കൂടെ. അപ്പോ ആ സമയത്ത് കമ്പോസർ ആവുന്നൊക്കെ അതൊക്കെ മനസ്സിനുള്ളിലൊരു ചെറിയ ആഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ പഠിക്കുക, നമ്മളെ ഗുരുവിനടുത്ത് നന്നായി പഠിക്കുക എന്നുള്ള ഒരു ഇന്റൻഷൻ അന്നേരം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയായിരുന്നു? 10-60ഓളം സിനിമകൾ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ട്. അതെ, അതെന്നോട് ചോദിച്ചത് കാരണം എനിക്ക് എല്ലാം ഏതാണെന്ന് പറയാൻ പ്രയാസമായിരിക്കും അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി പാട്ട്, കാരണം ഞാൻ പറഞ്ഞത് ഈ ആരാധന മൂത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് പാട്ട് ചെറുതിലെ കേൾക്കുന്നതായ പാട്ടുകളുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എടുത്തു പറയാൻ കീബോർഡിൽ വായിക്കാൻ കഴിയുമോ? ജസ്റ്റ് ഞാൻ കാരണം ഞാൻ ഒരിക്കലും സാറിന്റെ പാട്ട് പുറത്തെവിടെ പോയി പാടാറില്ല. കാരണം പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പാടി കോളാക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അത് കാരണം അതിന്റെ 2 വരി മനസ്സിൽ തോന്നുന്നു ഒരു സംഗീതജ്ഞനെ കയ്യിൽ കിട്ടിയാൽ ആരും ആഗ്രഹിക്കുക പാട്ട് കേൾക്കാൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വതന്ത്രമായി സംഗീതം ചെയ്ത് തുടങ്ങിയത് എപ്പോഴായിരുന്നു? സ്വതന്ത്രമായി ഞാൻ എന്റെ 9th പഠിക്കുമ്പോഴേ ഞാൻ ചെയ്യുമായിരുന്നു. അത് എന്റേതായ ഒരു സീക്രസിയിൽ ഞാൻ ചെയ്യുന്നതാണ്. എന്റെ ഒരു ചെറിയ കീബോർഡ് ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ അതിന് ഞാൻ ചെറിയ ടേപ്പിനകത്ത്, അപ്പൊ അന്നേരം എന്റെ ഒരു റെക്കോർഡിംഗ് സിസ്റ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ കുട്ടി കീബോർഡിൽ തന്നെ ചെറിയ ടേപ്പ് റെക്കോർഡിലൊക്കെ റെക്കോർഡ് ചെയ്ത് പാടി ഒരു ട്യൂണൊക്കെ കമ്പോസ് ചെയ്യായിരുന്നു. ഈ പാടുക അല്ലെങ്കിൽ സംഗീതം ചെയ്യുക ഏതായിരുന്നു ആദ്യം കൂടുതൽ ഇഷ്ടപ്പെട്ടതിന്? ആദ്യം പാടിയാണ് തുടങ്ങിയത്. പിന്നീടാണ് സംഗീതത്തിലേക്ക് തിരിഞ്ഞത്. അതെ അതെ അതെ.
അത് ഞാൻ പറഞ്ഞു, ഒരു സ്കൂൾ ജീവിതം കഴിയാനാകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിരുന്നു പാട്ട് മാത്രമല്ല നമ്മുടെ മെയിൻ, എനിക്ക് ഇതിനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. അത് അതിനുശേഷമാണ് അതിനുവേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ സാലത്ത് പോയതിനു ശേഷമാണ് ഞാൻ കൂടുതൽ പഠിച്ചത് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. വിഷ്ണുശ്യാം, ഞാൻ ആദ്യം തന്നെ താങ്കളോട് പറഞ്ഞ ആ പാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഈ ഹായ് ഹലോ കാതൽ എന്നുള്ള ആ പാട്ടിലെ അതിന്റെ ആ വെള്ളൈപ്പൂവേ എന്ന് തുടങ്ങുന്ന ആ ഗാനം, അതിലൂടെയാണ് ആദ്യം മുതൽ അവസാനം വരെ ആ ഷോർട്ട് ഫിലിം പോകുന്നത്. അതിമനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. ഇതിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ഇത് നിങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചെയ്യുകയായിരുന്നു? എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു കടന്നുവരവ്? അതെ അതെ, അതിന്റെ ഡയറക്ടർ എന്റെ ക്ലോസ് ഫ്രണ്ട് വിനായക് ശശികുമാർ. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലിറിസിസ്റ്റ് ആണ് ഫിലിം ഇൻഡസ്ട്രി. അപ്പം നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത്. നമ്മൾ കോളേജിൽ നിന്നാണ് പരിചയപ്പെട്ടത്. നമ്മൾ രണ്ടുപേരും വിദ്യാസാഗർ സാറിന്റെ അടുത്ത ആരാധകരായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ലിങ്ക് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നിച്ചായിരുന്നു പണ്ട് സാറെ കാണാൻ പോകുന്നതൊക്കെ. അപ്പോ ഞാനും വിനായകനും കൂടി ഒരുപാട് പാട്ടുകൾ ആ സമയം തൊട്ട് നമ്മൾ ചെയ്യുമായിരുന്നു. ഒരുപാട് വെറുതെ ഒന്നിനു വേണ്ടിയല്ല, നമ്മളൊരു സന്തോഷത്തിന് ഞാൻ ട്യൂൺ ചെയ്യും, അവൻ ലിറിക്സ് എഴുതും. അങ്ങനെയാണ് അവനും എനിക്കും ട്രെയിനായി വന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒത്തിരി ഗാനങ്ങൾ ചെയ്തു വെക്കുമായിരുന്നു. പക്ഷെ ഇതുവരെ നമ്മളെ ഒന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു അവസരം വന്നില്ല. അപ്പൊ വിനായകന് ഇപ്പൊ മെയിനായിട്ട് അവൻ ഡയറക്ഷൻ ഇതിലൊക്കെ ആണ് കേന്ദ്രീകരിക്കുന്നത്. അവൻ ഡയറക്ടർ അങ്ങനെയുള്ള പഠനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് തീരുമാനിച്ച് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. അപ്പൊ അതിലൂടെ അവസാനം അവൻ തന്നെ വേണ്ടി വന്നു ഒരു സിനിമ എടുത്ത് നമ്മുടെ അതൊരു 26 മിനിറ്റോളം ഉണ്ട് അതല്ലേ? അരമണിക്കൂറുണ്ട്. അതെ അതെ, ഷോർട്ട് ഫിലിം നല്ലൊരു റീച്ചൊക്കെ കിട്ടിയായിരുന്നു. അത്യാവശ്യം യൂട്യൂബിൽ നല്ലൊരു ഇപ്പൊ ഷോർട്ട് ഫിലിമില് സാധാരണ പാട്ടുകളൊന്നും അങ്ങനെ അധികം ഇത്രയും കാണാറില്ല. ഷോർട്ട് ഫിലിമായിട്ട് കൂടി അപ്പൊ നമ്മുടെ ഇന്റൻഷൻ നോക്കിയാലും ഞാനും വിനായകനും നമ്മൾ സംഗീതത്തെ സ്നേഹിച്ച് നമ്മുടെ ഒരു പാട്ട് ഊഹിക്കാലോ. അപ്പൊ നമ്മളൊരു സിനിമ, നമ്മുടെ സംഗീതം തന്നെയാണ് ആ സിനിമ. പിന്നീട് സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? സിനിമയില് ഞാൻ പണ്ട് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഷിജുവേട്ടൻ ചെയ്ത കൊച്ചു സിനിമ ഉണ്ടായിരുന്നു, ഞാൻ വീഴുന്നു പറഞ്ഞിട്ട്. ഷിജു ബാലഗോപാൽ. അതെ, ഷിജു ബാലഗോപാൽ. അപ്പൊ അതുവഴിയാണ് ആക്ച്വലി നമ്മൾ കേൾക്കാം പറഞ്ഞോളൂ. അപ്പൊ ഷിജുവായിട്ട് ചെയ്ത കൊച്ചു ചിത്രം ഉണ്ടായിരുന്നു. അതെ, ഇളമ്പയിലാണ്. അതെ, ഇളമ്പയിൽ പശ്ചാത്തലം ചെയ്തത്. അപ്പൊ അതൊരു ചെറിയൊരു തുടക്കം പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് വിദ്യാസാഗർ സാറോട് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മെയിൻ സ്ട്രീമിൽ ആദ്യമായി ഞാൻ ചെയ്ത സിനിമ നോൺസെൻസ്. അതിന്റെ പശ്ചാത്തല സംഗീതമാണെന്ന് തോന്നുന്നു. പശ്ചാത്തല സംഗീതം അതായിരുന്നു മെയിൻ സ്ട്രീം വന്നത്. അപ്പൊ തിയേറ്ററിൽ അത്ര സക്സസ് ആയില്ല. പക്ഷെ അതിപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നതിന് ശേഷം, ആമസോൺ പ്രൈമിലും യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം നല്ല റീച്ചായി. ഇപ്പൊ ആൾക്കാർ അതിനെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങി. പിന്നീട് 24 ഡേയ്സ്. അതെ, 24 ഡേയ്സ് എന്ന് പറഞ്ഞൊരു ഇതിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയാണ്? സൗഹൃദം വഴിയാണോ? എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു കടന്നുവരവ്? സുഹൃത്തുക്കളായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്? അതെ അതെ, ഷിജുവേട്ടന് മുന്നേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേറൊരു സുഹൃത്ത് വഴി കോണ്ടാക്ട് ചെയ്തതാണ്. ഈ ജിത്തിൻ MC-യുടെ മിക്ക ഷോർട്ട് ഫിലിമും ഞാനായിരുന്നു സംഗീതം ചെയ്തത് പണ്ട് മുതലേ. അപ്പൊ ആ കോളേജ് കാലത്തൊട്ട് ജിത്തിൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്യുകയായിരുന്നു സംഗീതം. പുള്ളി ഒരു സിനിമ ചെയ്തപ്പോ അങ്ങനെ എനിക്ക് ഒരു അവസരം വന്നു. ഈ ജനകീയ സിനിമയിൽ നിന്ന് മെയിൻ സ്ട്രീമിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്താണ്? ജനകീയ സിനിമ വ്യത്യാസം, അതിന്റെ വ്യത്യാസം സിനിമയിലാണോ എന്റെ? അതെ അതെ, സംഗീതത്തിൽ തന്നെ. സംഗീതത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമല്ല. നമ്മൾ എന്ത് സിനിമയാണോ ആ സിനിമക്ക് എന്താണ് ഡിമാൻഡ് ആവശ്യമുള്ളത് അത് ചെയ്യുക. അതെ, അതിപ്പോ എന്ത് തരം സിനിമയാണെന്ന് സിനിമയാണ് അതിന്റെ. അതിപ്പോ ജനകീയ സിനിമയാണെങ്കിലും കമേഴ്ഷ്യൽ ആണെങ്കിലും സംഗീതം അതിനാവശ്യമുള്ള രീതിയിൽ നൽകുക, അത്ര. എന്തായാലും വീട്ടിൽ ആർക്കായിരുന്നു കൂടുതൽ സംഗീതത്തോട് താല്പര്യം ഉണ്ടായിരുന്നത്? വീട്ടിൽ എന്റെ അച്ഛനും അമ്മക്കും രണ്ടുപേരും മ്യൂസീഷ്യൻസ് ഒന്നല്ല, പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് സംഗീതത്തിനോട് ഭയങ്കരമായ ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ മകൻ ഒരു സംഗീതജ്ഞനാകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നോ?
അതെ, എന്റെ പേരൻസിനാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. എന്നെ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചതൊക്കെ എന്റെ അമ്മയാണ്. അവരെന്ത് ചെയ്യായിരുന്നു? അമ്മ ഡോക്ടറാണ്, അച്ഛൻ ഈരാണ്. രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണോ? അതെ അതെ. അപ്പൊ മകനൊരു സംഗീതജ്ഞനാകുന്നതിൽ അവർക്ക് സന്തോഷമായിരുന്നു. അമ്മ അത് നോക്കുമായിരുന്നു. ഇത് കാരണം നമ്മള് കുട്ടികളെ പലതും പറയല്ലോ, എനിക്ക് അതാവണം ഇതാവണം ചെറിയ പ്രായത്തിൽ പറയും. അപ്പൊ അത് എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് മനസ്സിലായതിനു ശേഷമാണ് അമ്മ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഇതാണ് എന്റെ ജീവിതം എന്ന് അമ്മ മനസ്സിലാക്കി. അപ്പൊ അതിനുശേഷം അമ്മ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എന്നാലും താങ്കളുടെ പുതിയ സിനിമയിലേക്ക് വരാം. റാമിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? റാമിലേക്ക് എത്തിയതാ? മോഹൻലാലിന്റെ ഒരു പുതിയ പടമാണല്ലോ റാം. അതെ അതെ. അതിലേക്ക് എന്റെ ആദ്യത്തെ, അതായത് ഞാൻ ഫുള്ളായി സംഗീത സംവിധാനം ചെയ്യുന്ന എന്റെ ആദ്യ ചിത്രം സ്പെഷ്യലായിട്ട് നോൺസെൻസിന് പശ്ചാത്തല സംഗീതം മാത്രമായിരുന്നു. ഇത് ഫുള്ളായിട്ട്. അപ്പൊ ഇതാണ് എന്റെ ഡെബ്യൂ എന്ന് പറയാമോ. അതിലേക്ക് എങ്ങനെയോ വന്നത് അത് വലിയൊരു കഥയാണ്. എന്തായാലും അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട അതിന്റെ സംവിധായകൻ ജിത്തു ജോസാണ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സാണ് എനിക്ക് ഈ അവസരം വന്നത്. കാരണം എന്നെ പോലത്തെ ഒരു പുതിയ ഒരു തുടക്കക്കാരന് ഇത്രയും ബിഗ് ബഡ്ജറ്റിലുള്ള ലാൽ സാറ് കാസ്റ്റ്, ഇത്രയും വലിയ കാസ്റ്റ്, അങ്ങനെയുള്ള ഒരു സിനിമയെ എന്റെ ആദ്യത്തെ ചിത്രമാണെന്ന് അറിയാം. അപ്പോ എന്റെ വർക്ക് കേട്ടിട്ടാണ് സാറ് ഓക്കെ ആയി. കാരണം സാറ് മെയിനായിട്ട് എന്റെ ഞാൻ 2-3 പടത്തിന് വേണ്ടി ഡെമോസ് ചെയ്തായിരുന്നു ആദ്യം. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ വർക്ക് മാത്രം നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പൊ സാറിന്റെ വലിയ മനസ്സിന് തോന്നി. ഈ റാമിലെ മെലഡി ആണോ, എങ്ങനെയാണ് സംഗീതത്തെ കുറിച്ച്? സാറ് പാട്ടുണ്ട്, അത് ഒരു റൊമാൻറ്റിക് സോങ് ആണ്. അതെ അതെ. അത് പിന്നെ അത് പടത്തില് പടം ഒരു ത്രില്ലർ സ്വഭാവം കാരണം സിനിമയിൽ വരാൻ സാധ്യതയില്ല. അത് പ്രൊമോഷനായിട്ട് യൂസ് ചെയ്യാനാണ് സാധ്യത. പാട്ടിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞു, റെക്കോർഡിംഗ് കഴിഞ്ഞു. പിന്നീട് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സംഗീതത്തിൽ? ഇപ്പൊ ഇത് തുടങ്ങിയല്ലേ, ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാദ്യം പുറത്ത് വരട്ടെ. അപ്പൊ അതിനുള്ള വർക്ക് തുടങ്ങി. ഫസ്റ്റ് ഹാഫിന്റെ ഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ വർക്ക് ഞാൻ തുടങ്ങി, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലാരൊക്കെയാണുള്ളത് ശ്യാം? വീട്ടില് ഞാൻ ചെന്നൈയില് തനിച്ചാണ് താമസം. എന്റെ അമ്മയും അച്ഛനും കണ്ണൂരാണ്. ചേച്ചിയുണ്ട്, ചേച്ചി ദുബായിലാണ്. ഹസ്ബൻഡ് ദുബായിലാണ്. ഓക്കെ. ഈ പഠിച്ച കാലഘട്ടത്തിൽ തന്നെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ കാണാനും പാടാനും ഒക്കെ ആഗ്രഹിച്ച സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നു? വിദ്യാസാഗർ സാർ അല്ലാതെ കാണാൻ ആഗ്രഹിച്ച സംഗീതം? അതെ അതെ. എനിക്ക് പറഞ്ഞ ഇങ്ങനെ കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സാറ് തന്നെയാണ്. എനിക്ക് പാട്ട് ഹരിഹരൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ സാറിന്റെ അടുത്ത് പോയതിനു ശേഷം ഒന്നിച്ച് നമ്മുടെ അനാർക്കിലെ പാട്ട് കേൾക്കുന്ന സമയത്ത് സാഹിബ എന്ന് പറഞ്ഞൊരു ഗാനുണ്ട്. അപ്പൊ അത് ഹരിഹരൻ സാറാ പാട്. അപ്പൊ അന്നേരം ഹരിഹരൻ സാറും എന്റെ ഗുരു ഒരുമിച്ച് എനിക്ക് ഇതൊക്കെ വിറ്റ്നസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. എന്തായാലും പ്രതിഭാധനരായ ഒട്ടനവധി സംഗീതജ്ഞരുമായും കലാകാരന്മാരും ഒക്കെ പരിചയപ്പെടാനും അവരോടൊപ്പം ചെലവഴിക്കാനും ഒക്കെ സന്ദർഭവും താങ്കൾക്കുണ്ടായി. അതെ അതെ. അതുപോലെ തന്നെ ഈ സംഗീത ശാഖയിൽ ഗസലുണ്ട്, അതുപോലെ മറ്റ് ആൽബങ്ങളും സോങ്ങുകളുണ്ട്, ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ താങ്കളെ സ്വാധീനിച്ചത്? എനിക്ക് എപ്പോഴും മെലഡിയോടാണ്. മെലഡി സ്വാധീനം എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ ഇൻഫ്ലുവൻസസ്, ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഞാൻ സ്കോർസ് കുറെ കേൾക്കുന്നുണ്ട്, അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ജോണറിലോട്ട് നമുക്ക് ഒതുങ്ങി നിന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ സംഗീത സംവിധാനം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ ഓരോരോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റണം. പെട്ടെന്ന് നാടൻ സിനിമയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു ആക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെലഡിയുടെ ഒരു 2 വരി കൂടി താങ്കൾക്കൊന്നും മൂളാൻ കഴിയില്ലേ? ഒരു മെലഡി ഗാനം ഒരു 2 വരി മൂളാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാ? ഇപ്പൊ ഞാൻ പാടിയതെല്ലാം മെലഡി സാറിന് തന്നെ ഒരു പാട്ടിന്റെ സ്റ്റാർട്ട് പാടാൻ. Walking in the moonlight, I'm thinking of you.
the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. Hey Salama, ha Salama, hey Salama, ha Salama. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. വിഷ്ണു ശ്യാം, സമയം പോയത് അറിഞ്ഞില്ല താങ്കളുടെ ഈ ഒരു പാട്ടുകൾ കേട്ടുകൊണ്ട്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ക്ലോസ് ടു ഹാർട്ടിൽ സംബന്ധിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ക്ലോസ് ടു ഹാർട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ദിവസം കാണാം. നമസ്കാരം.